ഷായിച്ചോട്ടൻ എന്തൊരുപ മസിൽ പിടുത്താൻ നോക്ക്. ആദ്യം കണ്ട ഷായിച്ചോട്ടനെ പോലെയാണോ ഇപ്പം? അല്ല, നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? ആ മൂക്കില്ല രാജ്യത്തെ മുറുമുഖ രാജാവ് അതിനകത്തുണ്ടല്ലോ. ചാന്ദിനെ അറിയണോ? ആദ്യമായിട്ട് ഞാൻ ഷായിച്ചോട്ടനെ കാണുവാന്നേ. അന്നേരം എന്നോട് ഒരാൾ വന്ന് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ അറിയോ? മോഹൻലാലിനെ കണ്ണു എന്നെ കാണിച്ചു തരാം. പിന്നെ അത് നിപ്പൊക്കെ പിന്നെ അത് തന്നെ വർത്താനം പിന്നെ അങ്ങനെയാ. പിന്നെ അന്നത്തെ ആ സമയത്തൊക്കെ ഷായിച്ചോട്ട് വരുന്ന സമയത്ത് ശരിക്കും ഒരു മോഹൻലാലിന് നല്ലൊരു ഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ ജീവിതം അത് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ അന്ന് സ്റ്റേജിൽ കയറുക, വേറെ വരിക, സ്റ്റേജിൽ കയറുക, ഫുൾ ടൈം അത് തന്നെയാണല്ലോ. സത്യം. അത് കഴിഞ്ഞേച്ച് പിന്നെ കാണുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈയിടെ സുരേഷ് ചേട്ടന്റെ മോടെ കല്യാണത്തിന് ഗുരുവായൂർ വെച്ച്. പിന്നെയാണ് നിങ്ങളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല എന്നുള്ളൊരു കാര്യം സന്തോഷം. ആരെ വിളിക്കോ വിളിക്കാതിരിക്കോ അത് എന്റെ വിഷയമേ അല്ല. എന്നെ വിളിച്ചില്ല, എന്നെയും എന്റെ കുടുംബത്തെയും വിളിച്ചില്ല. അതിനുള്ള പ്രതിഷേധം വേറെ. അത് പോട്ടെ, ഞങ്ങൾ ക്ഷമിച്ചു. ഞങ്ങള് വിളിക്കേണ്ട കല്യാണം ആയിരുന്നില്ലല്ലോ. മിണ്ടരുത്. ഞങ്ങളുടെ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിളിച്ചോടെയല്ലേ അന്നും പറഞ്ഞ് നിങ്ങൾ പിന്നെ റിസപ്ഷൻ നടത്തിയില്ലേ? ഇല്ല, റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബസംഗമായിരുന്നു. ഭാര്യ അവിടെ സമ്മതിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ 10 പേര് അറിയില്ലല്ലോ. റിസപ്ഷൻ ഉണ്ടായിരുന്നു, അതും ഇല്ലായിരുന്നു. അതുകൊണ്ട് ന്യായമില്ല. അവിടെ നിൽക്കട്ടെ. വിശേഷം പറഞ്ഞു. നല്ല സുഖം. 2 മക്കള്, 2 പെൺകുട്ടികള്. മൂത്താള് ഇപ്പൊ MSc കഴിഞ്ഞ് ജോലിയല്ല, MSc പ്ലേസ്മെന്റ് ആയി ഇപ്പൊ. അവിടെ തന്നെ ബാംഗ്ലൂരായിരുന്നു. ചെറിയ ആള് 8th. എന്റെ അപ്പ നാണക്കേടാ കേട്ടോ. അപ്പൊന്നും അറിയാൻ മേലെന്ന് പറയുന്നത്. 8th കഷ്ടമുണ്ട്. ഇനി അടുത്ത സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാവുന്ന അവരാരാ തോറ്റു തരുന്ന ചാനലിൽ. സത്യമല്ലേ? ഓക്കെ, വിശേഷം എല്ലാം അവിടെ നിൽക്കട്ടെ. അതിനെക്കാട്ടിലും വലിയൊരു വിശേഷം ചോദിക്കട്ടെ. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക്, അതിനെക്കാട്ടിലും ഒരു ആരാധിക എന്ന നിലയ്ക്ക് എനിക്ക് അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യം, അമിതാഭ് ബച്ചൻ സാറുമായിട്ട് അഭിനയിച്ചു എങ്ങനെയായിരുന്നു? ഞാൻ അഭിനയിച്ചു. അതൊരു വലിയ മഹാഭാഗ്യം. ഭാഗ്യം പോരല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പോകുമ്പോഴേ പറഞ്ഞു, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ജീവിതത്തിൽ ഒരു ചാൻസേ ഉണ്ടാവുള്ളൂ, അദ്ദേഹത്തെ പോലെ ലെജൻഡിൻ്റെ കൂടെ അഭിനയിക്കാൻ കിട്ടിയൊരു അവസരം. അപ്പോൾ ആ ഒരു അവസരത്തിൽ ടെൻഷൻ അടിച്ച് വിറങ്ങലിച്ച് നിൽക്കരുത്. അദ്ദേഹത്തിന് മുമ്പിൽ പെർഫോം ചെയ്യുമ്പോൾ അതുപോലെ ആയിരിക്കണം. അയാൾ ചിന്തിക്കണം, ഇതാരവൻ മെടുക്കനാണല്ലോ, ചിന്തിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓൾറെഡി സെറ്റായത്. അവിടെ പോയപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ മഞ്ജു വാര്യരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടെന്നുള്ള ധൈര്യമുണ്ട്. ഒരു ടൈം ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ റോയൽ വണ്ടിയിൽ ഒരു 11 മണിയാകുമ്പോൾ അദ്ദേഹം വരുമ്പോഴേക്കും ഒരു സിംഹമൊക്കെ വരുന്ന പോലെ ഭയങ്കര ഓറ. അദ്ദേഹം ജയ ബച്ചൻ 2 പേര് വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് ലൊക്കേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും തിരിച്ച് കയറാനുള്ള പിന്നെ പുള്ളി പോവില്ല. പിന്നെ അവിടെ തന്നെ കസേരയിട്ട് അവിടെ ഇരിക്കും, ബുക്സ് ഒന്നും വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് ആരെങ്കിലും 2 പേര് കൂടെ ഉണ്ടാകും, ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി. മെസ്സേജുകൾക്കെല്ലാം അദ്ദേഹം തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹം തന്നെ ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റിൽസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശബ്ദം കേൾക്കുന്ന ഇഷ്ടമല്ല, ക്ലിക്ക് ചെയ്യുന്ന സൗണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയിച്ച പാട്ടുകൾ ഇട്ട് കൊടുക്കും. അപ്പോൾ പാട്ടുകളുടെ സമയത്ത് പുള്ളി ഓരോ എക്സ്പ്രഷൻസ് ആയിട്ട് ചെയ്യും. അതാണ് സ്റ്റിൽ എടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ട ഒരു വ്യത്യാസം തന്നെ. പിന്നെ എല്ലാവരോടും വളരെ നന്നായിട്ട് തന്നെയാണ് പറയുമ്പോൾ സീരിയസ്നെസ് ഉണ്ടെങ്കിലും കുട്ടികളെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതൊക്കെ എല്ലാവരോടും. അത് ശരി. ആ സെറ്റിലൊക്കെ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ആ പുള്ളി അഭിനയിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മളോടൊക്കെ നല്ലതായിട്ട് മിങ്കിൾ ചെയ്യും. സീരിയസ് ആയിട്ടായിരിക്കും, ചിരിക്കും, അങ്ങനെ വളരെ കുറച്ച്. പക്ഷെ അയാൾ വളരെതായിട്ട് ചോദിക്കും, നമ്മളടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കും. എന്റെ മലയാളം കറക്റ്റ് ആണോ എന്നാണ് എന്നോട് ആദ്യം ഞാൻ ചോദിച്ചത്. നല്ലതായിട്ട് പറയുന്നുണ്ടോ? അല്ല, അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം നമ്മളാകെ മലയാളം അല്ല ഹിന്ദി അല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുക. ഞാൻ മറന്നിട്ട് ഏത് ലാംഗ്വേജ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഡയലോഗ് കുറച്ച് ലെങ്ത്, ഒരു ചെറിയ ലെങ്ത് ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് ബാങ്കിന്റെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ പരസ്യം. അപ്പോൾ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് പറയണം. എൻ്റെ ചേട്ടാ, ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഞാനിപ്പോൾ 3ാമത്തെ വർക്കാണ്, പക്ഷെ ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം കാണുമ്പോൾ ഒരു ഭയം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ നിപ്പും കാര്യങ്ങളും ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ഇതിലല്ലേ ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. കാണുമ്പോൾ ശരിക്കും ഫീൽ. പിന്നെ നോട്ടങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ശബ്ദവും എല്ലാം കൂടി ആയിട്ട് നമുക്ക്. അല്ല, ആക്ച്വലി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പുള്ളി ആക്ച്വലി നമ്മൾ പല വർക്ക്സ് കാണുമ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര ഫ്രീ ആയിട്ടും ഒക്കെ മിങ്കിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടേക്കുന്നത്. അതേപോലെ ആണോ പുള്ളി സെറ്റിൽ, അതോ കുറച്ച് സീരിയസ് ആണോ? നമുക്കിപ്പം സപ്പോസ് ഒരു മിണ്ടാൻ തോന്നുക എന്ന് വിചാരിച്ചോളൂ. സെറ്റിൽ ഇപ്പം അമിതാഭ് ജി അവിടെ ഇരിക്കുക, നമുക്കൊന്ന് പോയി മിണ്ടണം തോന്നുന്നു. ആസ് ആൻ ആർട്ടിസ്റ്റ് പോയി മിണ്ടണം തോന്നുവാണെങ്കിൽ പുള്ളിയോട് മിണ്ടാൻ നോക്കുകയല്ലേ?
അത് മിണ്ടാം, പക്ഷെ നമുക്ക് മിണ്ടാൻ തോന്നില്ല, നമുക്കൊരു ഭയം കിടക്കും. ദൂരെ നിൽക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും. അത് പുള്ളി വളരെ സിമ്പിൾ. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ആടിന് എന്നെ വിളിച്ചു കല്യാണിൻ്റെ കുറേ ആഴ്ച 5 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ ബച്ചൻ സാറ്, നാഗാർജുന, പ്രഭു സാറ്, അതുകൊണ്ട് എല്ലാവരും. അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു കോമഡി പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാ ശരിക്കും പറഞ്ഞാൽ ഷാഡിന് ഈ ഷൂട്ടിങ്ങിന് പോകുമ്പോഴേ. അപ്പൊ ഈ പടത്തിന്റെ ഇതിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഷാഡ് ആരൊക്കെ ഉണ്ട്, ഇത്രയും ആർട്ടിസ്റ്റാണ്. ഇപ്പൊ പറഞ്ഞു ജയാ ബച്ചൻ ഉണ്ട്, അമിതാഭ് ബച്ചൻ സാറുണ്ട്, പിന്നെ ഒരു ലേഡി മഞ്ജു ഉണ്ട് ഓൾറെഡി പറഞ്ഞു, ഒരു ലേഡി ഉണ്ട്, ആരാന്ന് എനിക്കറിയില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് പറയും ആരാ നോക്ക് ഷാഡ്. അല്ല എനിക്ക് മനസ്സിലായി ആരാണാവുന്നേരം നിങ്ങളത്തിലേക്ക് പറഞ്ഞു. നമ്മളൊന്ന് ഫോട്ടോ എടുത്ത് മുമ്പ് കത്രീന കൈഫ് ആണ്. ഇവരെ മേക്കപ്പില് വരുന്നതല്ല, അവര് വരുന്നതെന്ന് വെച്ചാൽ സാധാരണ ഒരു ചെറിയ പെൺകുട്ടി വരുന്ന പോലെ അങ്ങ് വന്ന ഒരു കാലത്ത് മേക്കപ്പിലല്ല. കൂടെ വരുന്നതൊക്കെ ഇംഗ്ലീഷ് മറ്റേ പുറത്തുനിന്നുള്ള ഫോറിനേഴ്സാണ്. എല്ലാം ടാറ്റു ഒക്കെ ചെയ്ത് കുറേ ആൾക്കാർ, അവരെ കണ്ടു കഴിഞ്ഞാൽ ആക്ടേഴ്സ്, ബോഡി ഗാർഡ്സ്. പക്ഷെ ഇവര് റേഞ്ച് റോവറിൽ അവർ വന്ന് ഇറങ്ങുന്നു, ഒരു ലേഡി വന്നിരിക്കുന്നു. അപ്പം ഞാൻ മോഡൽസ് പലരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെ ഫോട്ടോ അയച്ചു. ഞാൻ അറിയില്ല ഏതൊരു പെണ്ണാണെന്ന് ഞാൻ നോക്കട്ടെ. നമുക്കെല്ലാം ഗുണമെന്ന് വെച്ചാൽ ഇത്രയും പേര് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ 5 ദിവസത്തെ ഷൂട്ടിങ് ഒരുമിച്ചുണ്ട്. അപ്പോൾ അതിനകത്ത് ബച്ചൻ സാറും ഞാൻ അതിനകത്ത് കുറച്ച് ചെറിയ അതുപോലെ പ്രാധാന്യമുള്ളതായിരുന്നില്ല, പക്ഷെ എന്നാലും ഇവരുടെ കൂടെ പല ലാംഗ്വേജിലും അഭിനയിച്ചു. ബച്ചൻ സാറും ജയ ബച്ചനും ഈ ഗ്യാങ് എല്ലാം കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബച്ചൻ സാറിന്റെ പഴയ ഡാൻസ് ഇല്ലേ, എന്റെ കൂടെ നമ്മളെല്ലാവരും ഡാൻസ് ചെയ്യുന്നുള്ളതായിരുന്നു. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ, അതും ഇത്രയും ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരുമിച്ച് നമുക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. വെദർ ഇറ്റ് ഇസ് ബിഗ് ഓർ സ്മോൾ അല്ലേ, ഇത്രയും പേരോട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ പറ്റും.